PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, 9 മണിക്ക് സയൻസ് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി, തീർന്നാലുടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച 3ഉം കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. അപ്പോൾ അത് നമ്മൾ കാലത്ത് എന്തൊക്കെയാണോ പഠിക്കുന്നത്, ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പഠിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ PSC മുൻ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ ഒരു മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നു. രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതും ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, അങ്ങനെ ടോട്ടലായിട്ട് 6 ക്ലാസ്സുകളാണ്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. എപ്പോഴും പറയുന്നത് പോലെ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു. ഇന്ന് ലാസ്റ്റ് ചാപ്റ്ററാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ LDCയുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിക്കേണ്ട ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ചാപ്റ്ററാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കടക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ആദ്യം തന്നെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അത് ഓർത്തിരിക്കുക. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഈ ഒരു കോട്ടിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? അതായത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യേണ്ടി വരും? ഉപേക്ഷിക്കേണ്ടി വരും, അല്ലേ? ഒന്നാമത്തെ കാര്യം. ദെൻ ദുരിതപൂർണമായ ഇന്ത്യ ആയിരിക്കും പിന്നീട് ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർക്ക് എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ അവർ ഉപേക്ഷിച്ച് പോകുന്ന ഇന്ത്യ എങ്ങനെയായിരിക്കും? ദുരിതപൂർണമായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ്? വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വെല്ലുവിളികൾ, 1 വിഭജനവും, 2 അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോൾ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അല്ലേ? അതായത് കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളൊക്കെ തലയിലേറ്റിയിട്ട് നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിഭജന കാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും 2ആയിട്ട് വിഭജിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്ന് കുറേ പേരൊക്കെ പാകിസ്ഥാനിലോട്ടും പാകിസ്ഥാനിൽ നിന്ന് കുറേ പേരൊക്കെ ഇന്ത്യയിലോട്ടും അഭയാർത്ഥിയായിട്ട് വരാനും പോകാനും തുടങ്ങി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ദശലക്ഷം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അഭയാർത്ഥി പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയാണ്?
ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ, സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴിയാണ് അഭയാർത്ഥി പ്രവാഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചത്. ഓക്കെ, ഇവിടെ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ആര് പറഞ്ഞതാണെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? നെഹ്റു ആണ്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. നമുക്കറിയുന്നതാണ് ഗാന്ധിജിയുടെ മരിച്ച വർഷവും വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു എന്ത്? ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് മുൻപത്തെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങൾ മാത്രമല്ല, ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, ഇല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ അതിനുള്ള ഒരു അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യ വിടുന്നത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. അപ്പോൾ അവ ഒന്നുകിൽ ഇന്ത്യയിൽ ചേരണം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്നുള്ള ഒരു അധികാരം കൊടുത്തിട്ടാണ് ബ്രിട്ടൻ പോയത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ഓക്കെ, അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് മലയാളിയായ VP മേനോനെ അദ്ദേഹം നിയമിച്ചു. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. ഓക്കെ, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പട്ടേലും VP മേനോനും കൂടെ ചേർന്നിട്ടാണ് ലയന കരാർ തയ്യാറാക്കുന്നത്. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്ന് വ്യവസ്ഥ ചെയ്തു. ഓക്കെ, അപ്പോൾ ലയന കരാർ അനുസരിച്ച് എന്ത് ചെയ്യണം? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം, ഈ 3 കാറ്റഗറിയാണ്. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രായോഗിക സമീപനങ്ങളും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ, ഓക്കെ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല. ഓക്കെ, ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയുമാണ് രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ മാറി നിന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളാണ്. ഓക്കെ, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. അപ്പോൾ ഇവിടെ നോക്കുക,
വിഭജനം സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഓരോ സിനിമയും അത് ആരുടേതാണ് എന്നുള്ളതും കൂടെ നോക്കുക. ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. ഓക്കെ, ഋത്വിക് ഘട്ടക്കിൻ്റെ മേഘേ ധാക്കധാര. എം എസ് സത്യുവിൻ്റെ ഗരം ഹവ. ഓക്കെ, മേഘേ ധാക്കധാര ആരുടേതാണ്? ഋത്വിക് ഘട്ടക്കിൻ്റെതാണ്. ഗരം ഹവ എം എസ് സത്യുവിൻ്റെതാണ്. ഗോവിന്ദ് നിഹലാനിയുടെ തമസ് ആരുടേതാണ്? ഗോവിന്ദ് നിഹലാനി. പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ പമേല റൂക്സിൻ്റെതാണ്. അപ്പോൾ ഇതെല്ലാം വിഭജന കാലത്തെ പ്രശസ്ത സിനിമകളാണ്. അപ്പോൾ സിനിമകളും അത് ആരുടേതാണ് എന്നുള്ളത് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി VP മേനോൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് സർദാർ പട്ടേൽ നിയോഗിച്ചത് ആരെയാണ്? മലയാളിയായിട്ടുള്ള VP മേനോനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ VP മേനോനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1894 ഓക്കെ, വർഷം ഓർത്തിരിക്കുക. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിനു ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലാർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണ്? VP മേനോനാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ചോദിക്കാവുന്നതാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? VP മേനോനാണ്. ഓക്കെ, ഇനി ഓരോ രാജ്യങ്ങളും അതിൻ്റെ അധിനിവേശ പ്രദേശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നോക്കാം, ഫ്രാൻസ് അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954 കേട്ടോ. ഫ്രാൻസിലെ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം 1954. പോർച്ചുഗൽ അധിനിവേശ പ്രദേശം ഏതാണ്? ഗോവ, ദാമൻ, ദിയു. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1961. ഓക്കെ, ആ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലാണ്. വർഷം 1946. ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം. ഈ ചാപ്റ്ററിലെ ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും, അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. ഓക്കെ, ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1951-52 കാലയളവിലാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. ഓക്കെ, ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നമ്മൾ പഠിച്ചു അല്ലേ.
ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചൊരു പ്രധാന പ്രശ്നമാണ് ഭാഷയുമായി ബന്ധപ്പെട്ടത്, അല്ലെ? ഒരു നാട്ടുരാജ്യത്ത് തന്നെ എന്താണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള പോറ്റി ശ്രീരാമലു നിരാഹാര സമരം തുടങ്ങിയപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ഇരുന്ന എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോറ്റി ശ്രീരാമലു ആണ്. ഓക്കെ, 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന്, എത്രയാണ്? 58 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. അപ്പോൾ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എന്താണ് രൂപം കൊള്ളുന്നത്? 1953 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന്റെ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. HN കുൻസ്രു, അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള KM പണിക്കർ എന്നിവരായിരുന്നു ഇതിലെ മറ്റംഗങ്ങൾ. ഇതും ചോദിക്കാറുണ്ട്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ 3 അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, മലയാളിയായിട്ടുള്ള KM പണിക്കർ എന്നിവരായിരുന്നു. അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസൽ അലിയാണ്. ഓക്കെ, ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എപ്പോഴാണ്? 1956 ഇതുപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥ ആണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എന്താണ്? വളരെ പരിതാപകരമായിരുന്നു, അല്ലെ? ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ, അപ്പോൾ വളരെ ദുരിതപൂർണമായ ഇന്ത്യ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത്, ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ കാണുക. എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സമന്വയമായിട്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സ്വീകരിച്ചത്, അല്ലെ? ഇന്ത്യ സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലയ്ക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. സ്ഥിരം ചോദിക്കുന്നതാണ്. സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്.
ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾക്ക് ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ഓക്കെ, സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. ഇവിടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. വിത്ത് ഡേറ്റ് പഠിച്ചു വെക്കുമ്പോൾ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും, നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ആസൂത്രണ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നത് ആരൊക്കെയാണ്? ടി കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവർ അംഗങ്ങളായിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്ത്? പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച് പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. അപ്പോൾ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എപ്പോഴാണ്? 1951 എന്നുള്ളത് ഓർത്തിരിക്കുക. കാർഷിക വ്യവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അപ്പോൾ ഓരോ ഇരുമ്പുരുക്ക് വ്യവസായശാലയും അതിന് സഹായം നൽകിയ രാഷ്ട്രങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഭിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയ രാഷ്ട്രം ജർമ്മനിയാണ്. ദുർഗാപൂറിന് ബ്രിട്ടൻ ആണ്. അപ്പോൾ ഈ ഇരുമ്പുരുക്ക് ശാലകളും സഹായിച്ച രാജ്യവും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. അവിടെ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കാം. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. ഓക്കെ, വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. കൃഷിക്ക് ആവശ്യമായ ജലവും വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതോർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കൽ പദ്ധതിയാണ്. അതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, പുതിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. 1990കളിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യതിയാനമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. ഇനി അടുത്തത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും വ്യവസായവൽക്കരണത്തിലും സാങ്കേതിക വിദ്യയ്ക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അത്ഭുതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അപ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇതൊക്കെയാണ് നിലവിൽ വന്നത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ബാഭയും SN ഭട്നാഗറുമായിരുന്നു. അപ്പോൾ ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, അതായത് കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്
നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഹോമി ജെ ബാബ, ഹോമി ജഹാംഗീർ ബാബയും SN ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. അപ്പോൾ ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഹോമി ജെ ബാബയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായി. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954നും 64നും ഇടയ്ക്ക് സ്ഥാപിക്കുകയുണ്ടായി. ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇതിന് അടിസ്ഥാനമായത്. അപ്പോൾ ലോകോത്തര നിലവാരമുള്ള നിരവധി എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ വന്നു എന്ന് പറഞ്ഞു. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ 1954നും 64നും ഇടയ്ക്ക് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ്? ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്ന് പറയുന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് ഇതിനടിസ്ഥാനമായത്. തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനിതക ശാസ്ത്രം, ജൈവ സാങ്കേതിക വിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവരസാങ്കേതിക വിദ്യ, ആണവോർജം എന്നീ മേഖലകളിൽ ഇന്ത്യ വൻ നേട്ടം കൈവരിച്ചു. ഓക്കെ, അടുത്തത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേക്ഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഓക്കെ, ISRO രൂപീകൃതമായി. അപ്പൊ ISRO രൂപീകൃതമാകുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? വിക്രം സാരാഭായിയുടെയും നെഹ്റുവിൻ്റെയും. അപ്പൊ ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി ISRO രൂപീകൃതമാകുന്നത്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ രൂപീകരണത്തോടെ 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അല്ലെങ്കിൽ ISRO രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം എന്താണ്? ഇതിന്റെ കീഴിലായി. ഇപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ISROയുടെ കീഴിലാണ്. ISRO വരുന്നത് എപ്പോഴാണ്? 1969. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇതും സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? തുമ്പയിലാണ്, തിരുവനന്തപുരം ജില്ലയിലെ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായിട്ട് ആര്യഭട്ട എന്ന് പറയുന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കുവാനുമുള്ള കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പൊ എന്താണ്? ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുവാനും വിക്ഷേപിക്കുവാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ ഇന്ന് നമുക്കുണ്ട്. അവ ഏതൊക്കെയാണ്? അപ്പോൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ് പറയുന്നത്. 1 നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. 2 ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ ഏതൊക്കെയാണ്? അഗ്നി, പൃഥ്വി തുടങ്ങിയവയാണ്. ഡോക്ടർ രാജ രാമണ്ണ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇവിടെ വിക്രം സാരാഭായിനെ കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചും കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായ്. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി ആരാണ്? വിക്രം സാരാഭായ് ആണ്. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെയും അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രത്തിന്റെയും ശില്പിയാണ് വിക്രം സാരാഭായ്.
അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് എന്ത് പേര് നൽകുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ വിക്രം സാരാഭായെ കുറിച്ച് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ 11ാം രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും ഗവേഷകനുമായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. ISROയുടെ ചുമതല വഹിച്ച അദ്ദേഹം, അപ്പോൾ ISROയുടെ ചുമതല ആർക്കായിരുന്നു? APJ അബ്ദുൽ കലാമിനായിരുന്നു. അദ്ദേഹം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ വികസിപ്പിച്ചു. അദ്ദേഹത്തെ എന്താണ് വിളിച്ചിരുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അപ്പോൾ അവര് ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രയാൻ, മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമായിട്ടുള്ള ചന്ദ്രയാൻ 2008 ഒക്ടോബറിൽ തുടക്കം കുറിച്ചു. അപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് മംഗൾയാൻ. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പരീക്ഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്നുള്ള ഇത് ആർക്കുള്ളതാണ്? മംഗൾയാനാണ്. ഓക്കെ, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകമാണ് മംഗൾയാൻ. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ. ഓക്കെ, അടുത്തത് വിദ്യാഭ്യാസമാണ് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മേഖല നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായിട്ടുള്ള വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. താഴെ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന വിവിധ കമ്മീഷനാണ്. ആ ഓരോ കമ്മീഷനും അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഒന്നാമത്തെ കമ്മീഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 വരുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിക്കൊണ്ട് വന്ന കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ശുപാർശകൾ എന്തൊക്കെയാണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ രൂപീകരിക്കുക. സ്ഥിരം ചോദിക്കുന്നതാണ്. UGC രൂപീകരിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ, 1948. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അടുത്തത് 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ലക്ഷ്യം എന്തായിരുന്നു? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള പഠനമാണ്. ഓക്കെ, സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനമാണ്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്നുള്ളതാണ് ശുപാർശകൾ. ദെൻ അടുത്തത് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964. ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ്. ഓക്കെ, ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. ശുപാർശകൾ എന്ന് പറയുന്നത് എന്താണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. അടുത്തത് 1986 ദേശീയ, അപ്പോൾ ഒരു കോളം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. അപ്പോൾ 1986 ദേശീയ വിദ്യാഭ്യാസ നയം NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ രൂപീകരിക്കുന്നത്.
പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കിയത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 1. പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. ഓക്കെ, പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കുക. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകണം. ഇതൊക്കെയാണ് എന്തിൻ്റെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചാണ്. കോളോ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? നമുക്കറിയാം, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്ഥിരം ചോദിക്കുന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11, അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 അന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇതും ചോദിക്കുന്നതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. ഓക്കെ, 2009 ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. ഇതും ചോദിക്കുന്നതാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ 2018. അടുത്തത് സാംസ്കാരിക നേട്ടങ്ങളാണ്. വിദ്യാഭ്യാസത്തിലെ നേട്ടങ്ങൾ പറഞ്ഞു. അടുത്തത് സാംസ്കാരിക നേട്ടമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാംസ്കാരിക മേഖലയിലും വൻ പുരോഗതി നേടുകയുണ്ടായി. ഇന്ത്യക്ക് തനതായ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യാനന്തരം ധാരാളം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1. സംഗീത നാടക അക്കാദമി. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ്. ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത് സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് സംഗീത നാടക അക്കാദമി. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലളിതകലാ അക്കാദമി, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി. സാഹിത്യ അക്കാദമി, ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. സാംസ്കാരിക വിനിമയം അധ്യാപകർക്കായി. വിദ്യാഭ്യാസത്തെ സാംസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാംസ്കാരികം പറഞ്ഞു. ഇനി അടുത്തത് വിദേശ നയം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറില്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്.
വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു, അതും നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ തത്വങ്ങളിൽ വരുന്നതാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പം എന്താണ് പഞ്ചശീല തത്വങ്ങൾ? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായ സമയത്ത് ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുടെ ഒപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ചൈനയാണ്. ഇന്ത്യയും ചൈനയും കൂടെ അതിർത്തി തർക്കം ഉണ്ടായ സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായുമായിട്ടാണ്. ഇതും ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് ഒപ്പിട്ടത്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പം എന്തൊക്കെയായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ വരുന്നതിൻ്റെ സമീപനം? എല്ലാ രാജ്യങ്ങളോടും രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നുള്ളതായിരുന്നു ഈ പഞ്ചശീല തത്വങ്ങളുടെ അടിസ്ഥാനം. രണ്ടാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് എടുത്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതിൽ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവായിരുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരി തെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുക എന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ വരുന്നത്. അങ്ങനെ നമ്മുടെ 10th ലെവൽ പ്രിലിംസിനും മെയിൻ എക്സാമിനും കൂടി വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ സിലബസ് പ്രകാരമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 7 ചാപ്റ്റർ ഉണ്ടായിരുന്നു. 7 ചാപ്റ്റർ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് +2 മെയിൻസും ഡിഗ്രി മെയിൻസും എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ മറ്റുള്ള SCRT ബേസ്ഡ് ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്